രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലൂടെ തുടങ്ങിയ സെഗ്മെന്റാണ് ആസ്ക് മീ എനിത്തിങ്. അതായത് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഞാൻ മറുപടി പറയാമെന്ന്. ഈ സെഗ്മെന്റിൽ പല ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി ഉത്തരം പറഞ്ഞു. അതിൽ തന്നെ രസകരമായ പല ചോദ്യങ്ങളുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട BJP നേതാവ് ആരാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ രാഹുൽ ഗാന്ധിയിൽ നിന്നും പല ഉത്തരങ്ങളും ആളുകൾ പ്രതീക്ഷിച്ചു. നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, LK അദ്വാനി എന്നീ പേരുകളിൽ ഏതെങ്കിലും ഒന്ന് പറയുമെന്നാണ് വിശ്വസിച്ചതെങ്കിലും രാഹുലിന്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. മുൻ കോൺഗ്രസ് നേതാവും പിന്നീട് BJPയിൽ ചേർന്ന അമരീന്ദർ സിംഗ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. എതിരാളികളായ BJPയിൽ നിന്നും താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അദ്ദേഹവുമായി തനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ടെന്നും അദ്ദേഹം വളരെ സൗഹൃദപരനായ വ്യക്തിയാണെന്നും സൈനിക ചരിത്രത്തിൽ മികച്ച അറിവുള്ള ആളാണെന്നും രാഹുൽ പറഞ്ഞു. ഹലോ അമരീന്ദർ അങ്കിൾ എന്ന് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി അവസാനിപ്പിച്ചത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അമരീന്ദർ സിംഗ് 2 തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2021 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അദ്ദേഹം പിന്നീട് കോൺഗ്രസ് വിട്ട് പഞ്ചാബ് ലോക് കോൺഗ്രസ് രൂപീകരിക്കുകയും 2022 ആ പാർട്ടി BJP ലയിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊപ്പം വ്യക്തിപരമായ നിരവധി ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി മറുപടി നൽകി. നായകളെ കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ഒരു നായയുടെയും ഉടമയല്ലെന്നും മറിച്ച് അവരോടൊപ്പം ഭൂമി പങ്കിടുന്ന ഒരാളാണെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. നായകൾ നമ്മുടെ സ്വന്തമല്ല, അവരും നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അവർ നമ്മുടെ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നു എന്ന് സോണിയാഗാന്ധിയുടെ വളർത്തുനായയായ നൂറയോടൊപ്പമുള്ള വീഡിയോയിൽ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ബാറ്റ്മാൻ ആണോ എന്ന രസകരമായ ചോദ്യത്തിന് ഞാനും ബാറ്റ്മാനും ഒരേ മുറിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്ന് മാത്രം പറയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തമാശയോടെയുള്ള മറുപടി. തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച തത്വചിന്തകരെ കുറിച്ചുള്ള ചോദ്യത്തിന് ഭഗവാൻ ബുദ്ധൻ, ഗുരുനാനാക് ദേവ്, ബസവണ്ണ, ശങ്കർ ദേവ്, ബിർസ മുണ്ട, പെരിയാർ, മഹാത്മാ ഫൂലെ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാഗാന്ധി എന്നിവരെയും ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെയും രാഹുൽ ഗാന്ധി പരാമർശിച്ചിട്ടുണ്ട്. 56-ാം വയസ്സിലും തന്റെ ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന്റെ രഹസ്യങ്ങളും ആസ്ക് മീ എനിത്തിങ് സെഷനിലൂടെ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. മാർഷൽ ആർട്സ്, നീന്തൽ, ഓട്ടം എന്നിവയ്ക്ക് പുറമെ അടുത്തിടെ യോഗയും തന്റെ ദിനചര്യയുടെ ഭാഗമാക്കിയതായി അദ്ദേഹം വ്യക്തമാക്കി. ശരീരത്തിന്റെ കരുത്ത്, വഴക്കം, എയറോബിക് ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി ദിവസവും 1 മണിക്കൂറോളം വ്യായാമത്തിനായി മാറ്റിവെക്കാറുണ്ടെന്ന് രാഹുൽ പറയുന്നുണ്ട്. ഒഴിവ് സമയങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒന്നല്ല തനിക്ക് വ്യായാമം. തിരക്കേറിയ ദിവസങ്ങളിലും അതിനായി സമയം കണ്ടെത്താറുണ്ട്. ആവശ്യമെങ്കിൽ രാത്രി 11 മണിക്ക് പോലും താൻ വ്യായാമം ചെയ്യാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യായാമ രീതി പിന്തുടരുന്നത് മാത്രമല്ല ഫിറ്റ്നസ് എന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതശൈലിയിലെ സ്ഥിരതയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വ്യായാമത്തിനൊപ്പം തന്നെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരണം. ജീവിതത്തിൽ കൃത്യമായൊരു ബാലൻസ് ആവശ്യമാണ്. അനാരോഗ്യകരമായ ഭക്ഷണവും മദ്യപാനവും ശീലമാക്കിയാൽ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല. മദ്യം ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുമെന്നും അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും രാഹുൽ ഗാന്ധി ചെറുപ്പക്കാരെ ഉപദേശിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിലെ പരീക്ഷാ ക്രമക്കേടുകൾ പോലെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നിരിക്കുന്നുവെന്നും അത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതും അടിച്ചമർത്തുന്നതുമായി മാറിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. Captain Amarinder Singh, definitely I get along with him. He's cool and he's an expert on military history, so I like him quite a lot. Hello Uncle Amarinder.